നമ്മുടെ ചാനലിന്റെ ആദ്യ വീഡിയോകളിൽ ഒന്നിൽ ചർച്ച ചെയ്തിട്ടുള്ളത് റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയെ പുവർ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പുവർ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി ഷോയിനും കംഫർട്ടിനും വേണ്ടി മാത്രം വലിയ പൈസയുടെ കാർ, മൊബൈൽ, ക്ലോത്ത്, ആക്സസറീസ് എന്നിവ വാങ്ങി ഉപയോഗിക്കുന്നവരാണ്. ഇനി ഇത്തരക്കാരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ കാണിക്കുവാനും ഷോയിനും വേണ്ടി മാത്രം ഇവർ ലോൺ എടുത്തുകൊണ്ട് പോലും ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുവാനായി ഇത്തരക്കാരുടെ കയ്യിൽ ഒരിക്കലും പൈസ ഉണ്ടാവുകയുമില്ല. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി തനിക്ക് എപ്പോഴും പണം തരാൻ പറ്റുന്ന ആസ്തികൾ അഥവാ അസറ്റ് ക്രിയേറ്റ് ചെയ്യുവാനാണ് ശ്രമിക്കുക. ശേഷം മാത്രമേ ഇത്തരക്കാർ ഷോയിനും കംഫർട്ടിനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കും: എങ്ങനെ നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുമെന്ന്? യഥാർത്ഥത്തിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുവാനായി എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ എന്ന്? യെസ്, അസറ്റ് ക്രിയേറ്റ് ചെയ്യുവാനായി കൃത്യമായ ചില ഫോർമാറ്റുകൾ നമുക്ക് ഫോളോ ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് വ്യക്തമാക്കുവാനായി എന്നെ സഹായിച്ച 2 പുസ്തകങ്ങളാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ആൻഡ് ഇ മിത്ത് റീവിസിറ്റഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാത്സിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ 4 ക്വാഡ്രന്റ് ആണ് ഇവിടെയുള്ളത്. ESBI ക്വാഡ്രന്റിലെ ലെഫ്റ്റ് സൈഡിലെ ഇയെ സൂചിപ്പിക്കുന്നത് എംപ്ലോയീസിനെയാണ്, അതായത് ജോലി ചെയ്യുന്ന ആളുകൾ. ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ജോബ് സെക്യൂരിറ്റിയിലാണ്. മാത്രമല്ല, ഇത്തരക്കാർക്ക് എല്ലാ മാസവും സെയിം എമൗണ്ട് പേ ചെക്കും റിട്ടയർമെന്റിന് ശേഷം പെൻഷനും എല്ലാ കാര്യങ്ങളിലും ഇൻഷുറൻസ് കവറേജും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഒരു ഫിനാൻഷ്യൽ റിസ്ക് പോലും ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കാത്തവരുമാണ്. മാത്രമല്ല, ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സമയത്തിന് പകരമായാണ് പണം സമ്പാദിക്കുന്നതും. എന്നാൽ എന്ന് ഇത്തരക്കാർ ജോലി നിർത്തുന്നുവോ അന്ന് മുതൽ അവരുടെ വരുമാന മാർഗവും നിലയ്ക്കും. മാത്രമല്ല, ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് എംപ്ലോയീസ് ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നവരും. രണ്ടാമത്തെ കാറ്റഗറിയിലെ S സ്റ്റാൻഡ് ഫോർ സെൽഫ് എംപ്ലോയിഡ്. ഇവരും ജോലി ചെയ്യുന്ന കാറ്റഗറിയിൽ തന്നെയാണ്. എന്നാൽ ഇവർ മറ്റൊരാളുടെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. ഇവർ തന്നെ സ്വയം തനിക്കായി ഒരു ജോബ് ഇൻവെന്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ലോയേഴ്സ്, ഡോക്ടർ, കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനർ എക്സെട്ര. എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്തെന്നാൽ ഇവർ സ്വയം ചിന്തിക്കുന്നത് താൻ ബിസിനസ് ചെയ്യുകയാണെന്നാണ്. മാത്രമല്ല, ഇവരുടെ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെന്നാൽ എന്നേക്കാൾ നന്നായി ഈ ഒരു ജോലി ചെയ്തു തീർക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നൊരു ഭാവമാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്തു തീർക്കാനായി മറ്റാരെയും ഇവർ ഹയർ ചെയ്യാറുമില്ല. എന്നാൽ ദുഃഖകരമായ മറ്റൊരു സത്യം എന്തെന്നാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സമയം ഇവർക്ക് തന്റെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ പോലും സമയമുണ്ടാവുകയില്ല. മാത്രമല്ല, ഓണം, വിഷു എന്നീ ഫേമസ് ഫെസ്റ്റിവൽ ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയം ഇത്തരക്കാർ തന്റെ ഷോപ്പിൽ ബിസി ആയിരിക്കും. അത് ഇവരുടെ മൈൻഡ് സെറ്റിന്റെ കുഴപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. ക്വാഡ്രന്റിലെ മൂന്നാമത്തെ കാറ്റഗറിയിലെ I സ്റ്റാൻഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. മറ്റുള്ള ക്വാഡ്രന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ ഏറ്റവും അധികം അറിവുള്ളവർ ഇവർ തന്നെയാണ്. ഇത്തരക്കാർ തനിക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യുവാനായി പ്രോപ്പർ ആയിട്ടുള്ള അസറ്റ് കണ്ടെത്തുകയും പിന്നീട് അതിലൂടെ ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുവാനുമാണ് ശ്രമിക്കുക. ശേഷം ഈ ഒരു അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടുതൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയും വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്യുവാനും ഒക്കെയാണ് ശ്രമിക്കുക. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവർക്ക് പണമുണ്ടാക്കുവാനായി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഫ്രീ ടൈം ഉള്ളവരും ഇവർ തന്നെയാണ്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ പലരും ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ, നാളെ നിങ്ങൾ മെറ്റയുടെയോ ഗൂഗിളിന്റെയോ ടെസ്ലയുടെയോ ഒക്കെ ഷെയർ വാങ്ങിക്കുകയും പിന്നീട് ആ ഒരു ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയുമാണെങ്കിൽ നിങ്ങളും ഈ ഒരു കാറ്റഗറിയുടെ ഭാഗമാകും. എന്നാൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ ഈ ഒരു ഫീൽഡിൽ വളരെയധികം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്തെ ക്വാഡ്രന്റിലെ B സ്റ്റാൻഡ് ഫോർ ബിസിനസ് ഓണേഴ്സ്. ഇവർ S ക്വാഡ്രന്റിലുള്ളവരെ പോലെ ഒരു ജോലി ഏറ്റെടുത്തു നടത്തുന്നവരല്ല. വർക്ക് ചെയ്യാത്തപ്പോൾ പോലും പണം കൊണ്ടുവന്നു തരുന്ന ഒരു സിസ്റ്റം ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം.
അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അറിയാം ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ വളരെ പ്രയാസമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ബിസിനസ്സിന് ആവശ്യമായ സ്കില്ലുള്ളവരെ അന്വേഷിക്കുകയും പിന്നീട് അവരെക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ബിസിനസ്മാൻ ഒരു ലോങ് ട്രിപ്പിനോ അല്ല എങ്കിൽ രോഗം മൂലം ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നാൽ പോലും പിന്നീട് അവർ ബിസിനസ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആയി തന്നെ തുടരും. ഈ ഒരു പോയിന്റിനെ ന്യായീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് രത്തൻ ടാറ്റ, ഗൗതം അദാനി, അംബാനി എന്നിവരൊക്കെ. ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുവർ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി ബിസിനസ്സിൽ ചെയ്യുവാൻ സാധ്യതയുള്ള തെറ്റുകളെയും റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി ബിസിനസ്സിൽ അവോയ്ഡ് ചെയ്യുന്ന മിസ്റ്റേക്സിനെ കുറിച്ചുമാണ്. ഇവിടെ പലർക്കും ബിസിനസ് ഫെയിലിയർ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം ബിസിനസ് ഓണേഴ്സിന്റെ ഇൻഎക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം പല സ്മോൾ ബിസിനസ്സുകളും നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു ബിസിനസ്മാൻ അല്ല, പകരം ഒരു ടെക്നീഷ്യൻ ആണ്. കാരണം പല സ്മോൾ ബിസിനസ് ഓണേഴ്സിന്റെയും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്: ഓ, ഞാൻ അവന് വേണ്ടി കുറെ കാലമായി ജോലി ചെയ്യുന്നു, അവനേക്കാൾ നന്നായി എനിക്ക് ഈ പണി അറിയാം, പിന്നെന്താ, എനിക്ക് സ്വയം ഒരു ബിസിനസ് തുടങ്ങി കൂടുതൽ പണം സമ്പാദിച്ചാൽ. പിന്നീട് നമ്മൾ ഒരു മണ്ടന്റെ കീഴിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ഭൂലോക മണ്ടന്റെ കീഴിൽ ജോലി ചെയ്യുവാൻ തുടങ്ങും. അത് സ്വയം നമ്മൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എഞ്ചിനീയർ സ്വന്തം സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങും, ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ തുടങ്ങും, അക്കൗണ്ടന്റ് അക്കൗണ്ടിംഗ് ഫേം തുടങ്ങുന്നതുമൊക്കെ തനിക്ക് ഈ ഒരു ടെക്നിക്കൽ ജോബ് നന്നായി ചെയ്യുവാൻ അറിയും എന്ന ആറ്റിറ്റ്യൂഡോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പലരും ചിന്തിക്കുന്നത് ഈ ഒരു ടെക്നിക്കൽ നോളജ് വെച്ച് ഒരു ബിസിനസ് റൺ ചെയ്യുവാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന് നേരെ വിപരീതമാണ്. കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് തീർത്തും ഒരു ബിസിനസ് അല്ല, പകരം നമ്മൾ സ്വയം നമുക്കായി ഒരു ജോലി കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. വി ആർ നോട്ട് എ ബിസിനസ് മാൻ, വി ആർ സെൽഫ് എംപ്ലോയിഡ്. ഇവിടെ ഏറ്റവും വലിയ മറ്റൊരു തമാശ എന്തെന്നാൽ പിന്നീട് സ്വയം നമ്മൾ തന്നെ അഭിമാനത്തോടെ ഇങ്ങനെ പറയാറുമുണ്ട്: ഞാനില്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തന്നെ മുന്നോട്ട് പോകുന്നതിന് വളരെ പ്രയാസമാണ്. എന്നാൽ നിങ്ങൾ ഒരു റിയൽ ബിസിനസ്സുകാരനോട് എങ്ങനെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം നിങ്ങളോട് കൃത്യമായി പറയും സ്വയം ആ ഒരു ബിസിനസ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഒരു റിയൽ ബിസിനസ് എക്സിസ്റ്റ് ആവുന്നതെന്ന്. എന്നാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ കൂടാതെ മുന്നോട്ട് പോകുകയില്ല എങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്മാൻ അല്ല, മറിച്ച് ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണ്. എന്നാൽ മാക്സിമം ബിസിനസ് ഓപ്പൺ ആവുന്നത് എനിക്ക് ഈ ഒരു ടെക്നിക്കൽ നോളജ് അറിയാമെന്നത് ധാരണയിലാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ടെക്നിക്കൽ നോളജിന് ആ ഒരു ബിസിനസ്സുമായി യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നുമില്ല. ഫോർ എക്സാമ്പിൾ, സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ഫോൺ സ്വയം നിർമ്മിച്ചതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ ഒരു ഹാർഡ്വെയർ എഞ്ചിനീയർ പോലുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് തന്റെ കമ്പനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും എന്താണ് അച്ചീവ് ചെയ്യേണ്ടതുമെന്നുമുള്ള കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല, അത് അച്ചീവ് ചെയ്യുവാനായി തനിക്ക് ആവശ്യമായ ടെക്നോളജിയെയും ആളുകളെയും ഹയർ ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും പിന്നീട് നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കിനൊപ്പം ഒരു പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഈവൻ ബിൽഗേറ്റ്സിനെ കോടീശ്വരനാക്കിയ MS DOT എന്ന സോഫ്റ്റ്വെയർ പോലും അദ്ദേഹം മറ്റൊരാളിൽ നിന്നും $50,000 വാങ്ങിച്ചതാണ്. ദെൻ ഹി ക്രിയേറ്റഡ് എ ബിസിനസ്. എന്നാൽ ഈ ഒരു എക്സാമ്പിൾ ഒരു സ്മോൾ ബിസിനസ്സുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, സ്വയം ബിസിനസ്മാൻ ആണെന്ന് ചിന്തിക്കുന്ന ഒരു ഡെന്റിസ്റ്റ് ഉണ്ടെന്ന് കരുതുക. എങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉണ്ടാവുമ്പോഴാണ്. എന്നാൽ ആ ഒരു മൂമെന്റ് തൊട്ട് അദ്ദേഹത്തിന് തന്റെ ലൈഫ് എൻജോയ് ചെയ്യുവാൻ വളരെ കുറവ് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീട് താൻ ബിസിനസ് ആണെന്ന് പറയുന്ന ആ ഒരു ജോലി പോലും അദ്ദേഹം വെറുത്തു തുടങ്ങും. ഇനി നിങ്ങളൊരു ബിസിനസ്മാൻ ആണോ അല്ല സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണോ എന്ന് അറിയുവാൻ വേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മാത്രം മതി: എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്നും ഒരു ലോങ് ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ മാത്രമാണ്. കാരണം ഒരു യഥാർത്ഥ ബിസിനസ്സിൽ കൃത്യമായ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നിന്ന് മാറി നിങ്ങൾ 6 മാസത്തേക്ക് ഒരു ലോങ് ട്രിപ്പ് പോയാൽ പോലും ശേഷം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് മുൻപത്തേക്കാൾ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. എന്നാൽ ബിസിനസ്സിൽ ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യുവാനായി നമ്മൾ 2 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്.
നമ്പർ 1, പീപ്പിൾ എന്ന ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് മെക്ഡൊണാൾഡ്സിന്റെ ബിസിനസ് മോഡൽ. കാരണം മെക്ഡൊണാൾഡ്സിലെ ഓരോ വർക്കും വളരെ ചെറുതും സിമ്പിളുമായ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈവൻ 1 വീക്ക് ട്രെയിനിങ് ലഭിച്ച ഒരു സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റിന് പോലും മെക്ഡൊണാൾഡ്സിന്റെ കിച്ചണിലെ ആ വലിയ ബർഗർ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യമായിരിക്കും, മെക്ഡൊണാൾഡ്സിലെ ബർഗർ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് കഴിച്ചാലോ ഇനി അഥവാ ട്രിവാൻഡ്രത്തിൽ നിന്ന് കഴിച്ചാൽ പോലും അതിന്റെ ടേസ്റ്റ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. കാരണം ആ ഒരു ബർഗർ ഉണ്ടാക്കുന്നത് ഒരേ രീതിയിലും ഒരേ ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ മെക്ഡൊണാൾഡ്സിന്റെ ബിസിനസ് മോഡൽ വളരെയധികം സിസ്റ്റമാറ്റിക്കും സ്ട്രോങ്ങുമാണ്. നമ്പർ 2, സിസ്റ്റംസ്. ഫ്രണ്ട്സ്, സിസ്റ്റം എന്ന ഈ ഒരു പോയിന്റ് കൂടുതലായും ഹെൽപ്ഫുൾ ആവുന്നത് ഓൺലൈൻ ബിസിനസ്സുകളെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഷോപ്പിഫൈ അക്കൗണ്ടോ തുറന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങളുടെ രാത്രി ഉറക്കത്തിനിടയിൽ പോലും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ വെബ്സൈറ്റിൽ നിന്നും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെ പേ ചെയ്തതിനു ശേഷം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, പീപ്പിൾ, സിസ്റ്റം എന്നീ 2 മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സെൽഫ് എംപ്ലോയ്ഡ് പൊസിഷനിൽ നിന്നും ഒരു റിയൽ ബിസിനസ്മാൻ എന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.